ചാഴൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കുകയും ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീട് ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 11 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശി ചെമ്മാനി വീട്ടിൽ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, കോളുപുരയ്ക്കൽ ദിനേശ്, വലിയപറമ്പിൽ വീട്ടിൽ അമൽരാജ്, പൊറ്റേക്കാട്ട് വീട്ടിൽ മണികണ്ഠൻ, എടത്തിരുത്തി സ്വദേശി കൊണ്ടപ്രശ്ശേരി വീട്ടിൽ രോഹൻ, പുള്ളു സ്വദേശി ചെറുവള്ളിക്കാട്ടിൽ ശരത് ചന്ദ്രൻ, താന്യം സ്വദേശികളായ ഏങ്ങാണ്ടി വീട്ടിൽ പെടലി അനന്തു എന്ന അനന്തകൃഷ്ണൻ, ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി തോട്ടപ്പള്ളി അജീഷ്, കൈപ്പമംഗലം സ്വദേശികളായ പൂത്തൂർ വീട്ടിൽ സൂരജ്, പഴുപ്പറമ്പിൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കൈപ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസം പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായ പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ഗുണ്ടാക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശ് എന്നിവരുടെ വീടാണ് പ്രതികൾ ആക്രമിച്ചത്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷമാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഈ ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. സമയബന്ധിതമായി ഉണർന്നു പ്രവർത്തിച്ച പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNS-ലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ഈ പ്രതികളെ ഇന്നലെ വൈകുന്നേരം ചന്ദ്രാപിന്നിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടൂർ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPS അവറുകളുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP-യുടെ സ്ക്വാഡും അതുപോലെ തന്നെ ഡാൻസാപ്പും ചേർപ്പ് IP അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ അജിത്തും ൻ്റെയും കൂടെയുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് SHO അജിത്ത്, SI-മാരായ P ജയകൃഷ്ണൻ, M അരുൺകുമാർ, KJ ജോസി, ASI സൂരജ് V ദേവ്, സീനിയർ CPO-മാരായ ES ജീവൻ, CG ധനേഷ്, സോണി സേവ്യർ, CPO-മാരായ KS ഉമേഷ്, സുർജിത് സാഗർ, VS അനൂപ്, KV ഫെബിൻ, MM മഹേഷ് എന്നിവരാണ് പ്രതികളെയെല്ലാം പിടികൂടിയത്.